നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ അഞ്ചാമത്തെ പർവ്വമായിട്ടുള്ള ഉദ്യോഗപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള സേനോദ്യോഗ പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മഹാഭാരതത്തിന് മലയാളത്തിലേക്കുള്ള വിവർത്തനങ്ങൾ പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഏറ്റവും ആധികാരികം എന്ന് പറയാവുന്ന രണ്ട് ഗ്രന്ഥങ്ങളാണുള്ളത്. ഒന്ന് കൊടുങ്ങല്ലൂർ കോവിലകത്തെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, അത് അദ്ദേഹം സംസ്കൃത പദ്യങ്ങൾ മലയാളം പദ്യത്തിലേക്ക് തന്നെ വിവർത്തനം ചെയ്ത പദ്യകൃതിയാണ്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു സംസ്കൃത അധ്യാപകൻ, അദ്ദേഹം 3 വർഷം എടുത്ത് മലയാളത്തിലേക്ക് ഗദ്യത്തിലേക്ക് തർജ്ജിമ ചെയ്ത ഒരു പുസ്തകമാണ്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഇപ്പോൾ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അതേപടി തന്നെ അതിലുള്ളതുപോലെ തന്നെ ലളിതമായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സേനകളെ 2 വിഭാഗങ്ങളും കൂട്ടുന്ന ഭാഗമാണ് കണ്ടത്. അത് വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ കേൾക്കുക. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഹസ്തനിപുരത്തേക്ക് പുരോഹിതനെ അയച്ചതിന് ശേഷം അവർ ദൂതന്മാരെ പല രാജ്യങ്ങളിലേക്ക് അയച്ചു. അതിനുശേഷം പുരുഷശ്രേഷ്ഠനായിട്ടുള്ള അർജുനൻ തന്നെ ദ്വാരകയിലേക്ക് പോയി. വൃഷ്ണികളോടും ഭോജന്മാരോടും അന്ധകന്മാരോടും കൂടിയിട്ട് ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാർ പോയതിനു ശേഷം പാണ്ഡവരുടെ നീക്കങ്ങളെല്ലാം ദുര്യോധനൻ ചാരന്മാർ വഴി അറിഞ്ഞു. കൃഷ്ണൻ പോയ വിവരം അറിഞ്ഞ ഉടനെ കാറ്റുപോലെ വേഗമുള്ള കുതിരകളെ കിട്ടിയ തേരിൽ സൈന്യങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് ദുര്യോധനും ദ്വാരകയിലെത്തി. അന്നേ ദിവസം തന്നെയാണ് കുന്തിപുത്രനായിട്ടുള്ള അർജുനനും അവിടെ എത്തിയത്. ദ്വാരകയിൽ ഒരുമിച്ചെത്തിയ ആ വീരന്മാരായിട്ടുള്ള 2 രാജകുമാരന്മാരും അകത്ത് പ്രവേശിച്ചപ്പോൾ കൃഷ്ണൻ മഞ്ചത്തിൽ കിടന്നുറങ്ങുന്നത് കണ്ടു. അവർ മുറിക്കകത്ത് കിടന്നു. ദുര്യോധൻ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണൻ്റെ തലയ്ക്കൽ ഒരു കസേരയിൽ കയറിയിരുന്നു. അർജുനൻ ദുര്യോധൻ്റെ പിന്നാലെ വന്ന് കൃഷ്ണൻ്റെ കാൽക്കൽ കൈകൂപ്പി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ഉണർന്ന് അർജുനനെ ആദ്യമായി കണ്ടു. പിന്നെ ദുര്യോധനെയും കണ്ടു. 2 പേരെയും സ്വാഗതം പറഞ്ഞ് സ്വീകരിച്ചു. എന്തിനാണ് നിങ്ങൾ 2 പേരും ഇങ്ങോട്ട് വന്നത് എന്ന് 2 പേരെയും നോക്കി കൃഷ്ണൻ ചോദിച്ചു. അപ്പോൾ ദുര്യോധനൻ ചിരിച്ചുകൊണ്ട് കൃഷ്ണനോട് പറഞ്ഞു, ഈ യുദ്ധത്തിൽ അങ്ങ് എന്നെ സഹായിക്കണം. അങ്ങേക്ക് എന്നോടും അർജുനനോടുമുള്ള സ്നേഹം ഒരുപോലെയാണല്ലോ. കൃഷ്ണ, അങ്ങയുമായി ഞങ്ങൾക്കുള്ള ബന്ധവും ഒരുപോലെയാണ്. അങ്ങയെ കാണാൻ ആദ്യം വന്നത് ഞാനാണ്. നല്ല മനുഷ്യർ ആദ്യം വന്നവരെ സഹായിക്കും എന്നുള്ളത് പണ്ടേയുള്ള പതിവാണല്ലോ. അങ്ങ് സജ്ജനങ്ങളിൽ മുൻപിലാണല്ലോ. അതുകൊണ്ട് സൽഗുണാവനായിട്ടുള്ള അങ്ങ് ഈ മര്യാദയെ സംരക്ഷിച്ചാൽ. കൃഷ്ണൻ മറുപടിയായി പറഞ്ഞു, അങ്ങ് ആദ്യം വന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. പക്ഷേ ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണ്. താങ്കൾ ആദ്യം വന്നതുകൊണ്ടും ഞാൻ ഇവനെ ആദ്യം കണ്ടതുകൊണ്ടും 2 പേരെയും സഹായിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രായത്തിൽ ഇളയവർക്ക് ആദ്യം മുൻഗണന നൽകണം എന്നതാണ് പതിവ്. അതുകൊണ്ട് ആദ്യം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അർഹത അർജുനനാണ്. എൻ്റെ കൂടെ ശരീരബലമുള്ള അനേകായിരം നാരായണന്മാർ എന്ന പേരുള്ള പടയാളികളുണ്ട്. തോൽപ്പിക്കാൻ കഴിയാത്ത അവർ നിങ്ങളിൽ ഒരാളുടെ കൂടെ വരും. മറുഭാഗത്ത് യുദ്ധം ചെയ്യാത്തവനും ആയുധം എടുക്കാത്തവനുമായിട്ടുള്ള ഞാനും ഉണ്ടാവും. അർജുന, നിനക്കിതിൽ ഏതാണ് വേണ്ടതെന്ന് പറയൂ. ധർമ്മമനുസരിച്ച് നിനക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. നിൻ്റെ ഇഷ്ടം ആദ്യം നടക്കട്ടെ. കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ യുദ്ധത്തിൽ പൊരുതാത്ത കൃഷ്ണനെയാണ് അർജുനൻ തിരഞ്ഞെടുത്തത്. ശത്രുക്കളെ നശിപ്പിക്കുന്നവനും സർവ്വലോകത്തിന് നാഥനുമായിട്ടുള്ള നാരായണൻ തന്നെ മതി എന്ന് അർജുനൻ തീരുമാനിച്ചു. ദുര്യോധനായിട്ട് ആയിരക്കണക്കിനുള്ള നാരായണ സേനയെ തിരഞ്ഞെടുത്തു. കൃഷ്ണനെ വെറുതെ കിട്ടിയിട്ട് എന്ത് കാര്യം എന്ന് കരുതി ദുര്യോധനൻ ഉള്ളാലെ സന്തോഷിക്കുകയും ചെയ്തു. ദുര്യോധനൻ ഇത്രയും വലിയ സൈന്യത്തെ കിട്ടിയ സന്തോഷത്തിൽ ബലവാനായിട്ടുള്ള ബലരാമനെ പോയി കണ്ടു. തൻ്റെ യാത്രയുടെ ലക്ഷ്യങ്ങളെല്ലാം അദ്ദേഹം ബലരാമനോട് പറഞ്ഞു. അപ്പോൾ ബലരാമൻ ദുര്യോധനോട് പറഞ്ഞു, അല്ലയോ വീരപുരുഷ, അങ്ങ് കാര്യങ്ങളെല്ലാം അറിയുന്നവനാണല്ലോ. വിരാടൻ്റെ കൊട്ടാരത്തിൽ നടന്ന് വിവാഹത്തിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ കൃഷ്ണനെ പലതവണ നിർബന്ധിച്ചു. നമുക്ക് 2 കൂട്ടർക്കുമായി ഒരുപോലെ ബന്ധമുണ്ട് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. പക്ഷേ എൻ്റെ വാക്കൊന്നും കൃഷ്ണനിൽ വലിച്ചിട്ടില്ല. ഒരു നിമിഷം പോലും കൃഷ്ണനെ വിട്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ അർജുനനെയോ ദുര്യോധനെയോ സഹായിക്കാൻ വരുന്നില്ല. കൃഷ്ണൻ്റെ നിലപാട് അറിഞ്ഞതുകൊണ്ട് എനിക്ക് മറ്റൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഭരതവംശത്തിലെ ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ് പോയി ക്ഷത്രിയധർമ്മം പോലെ യുദ്ധം ചെയ്താലും. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ബലരാമൻ പറഞ്ഞു കേട്ടിട്ട് ദുര്യോധനൻ സന്തോഷത്തോടെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. കൃഷ്ണൻ ആയുധമില്ലാതെയാണ് വരുന്നതെന്ന് ഓർത്തപ്പോൾ യുദ്ധത്തിൽ വിജയം തനിക്കാണെന്ന് ദുര്യോധനൻ ഉറപ്പിച്ചു. പിന്നെ അദ്ദേഹം കൃതവർമാവിൻ്റെ അടുത്തെത്തി. അദ്ദേഹം ദുര്യോധനെ ഒരു അക്ഷൗഹിണി സൈന്യത്തെ നൽകി. ആ വലിയ സൈന്യത്തോടൊപ്പം ദുര്യോധനൻ സന്തോഷത്തോടെ മടങ്ങി. ദുര്യോധനൻ പോയതിനു ശേഷം ശ്രീകൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, അർജുന, യുദ്ധം ചെയ്യാത്ത എന്നെ നീ എന്തിനാണ് തിരഞ്ഞെടുത്തത്? അർജുനൻ മറുപടി നൽകി, കൗരവരെ എല്ലാവരെയും വധിക്കാൻ അങ്ങ് ഒറ്റയ്ക്ക് മതിയെന്ന് എനിക്കറിയാം. എനിക്കും യുദ്ധത്തിൽ പേരെടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് എൻ്റെ തേരാളിയാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാലങ്ങളായിട്ടുള്ള എൻ്റെ ഈ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം. കൃഷ്ണൻ പറഞ്ഞു, കൊള്ളാമല്ലോ അർജുന, നീ എന്നോടാണല്ലോ മത്സരിക്കുന്നത്. ഞാൻ നിൻ്റെ തേരാളിയാകാം. നിൻ്റെ ആഗ്രഹം സഫലമാകട്ടെ. ഇപ്രകാരം സന്തോഷവാനായിട്ടുള്ള അർജുനൻ കൃഷ്ണനോടൊപ്പം ധർമ്മപുത്രരുടെ അടുത്തേക്ക് പോയി.
വൈശമ്പായനൻ കഥ തുടരുകയാണ്. ദൂതന്മാർ വന്ന് വാർത്ത പറഞ്ഞത് അറിഞ്ഞുടനെ ശല്യർ തൻ്റെ വീരന്മാരായിട്ടുള്ള പുത്രന്മാരോടും വലിയ സൈന്യത്തോടും കൂടിയിട്ട് പാണ്ഡവരുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ശല്യരുടെ മഹാസൈന്യം അത്രമേൽ വലുതായിരുന്നു. വലിയ വീരനും പരാക്രമിയുമായിട്ടുള്ള ശല്യർ ഒരു അക്ഷൗണി സൈന്യത്തിൻ്റെ തലവനായിരുന്നു. മനോഹരമായിട്ടുള്ള കവചവും വില്ലും കുടിയുമുള്ള അദ്ദേഹം അതിശക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസംഖ്യം സേനാനായകന്മാരും ആഭരണങ്ങളാലും വസ്ത്രങ്ങളാലും ശോഭിച്ചിരുന്നു. ആ ക്ഷത്രിയവീരന്മാർ ലോകത്തെ വിറപ്പിക്കുന്ന വിധത്തിലാണ് യാത്ര തിരിച്ചത്. ശല്യർ ഇടയ്ക്കിടെ വഴിയിൽ പലയിടത്തും സൈന്യത്തെ നിർത്തി പാണ്ഡവരുടെ അടുത്തേക്ക് വളരെ സാവധാനമാണ് പോയിക്കൊണ്ടിരുന്നത്. മഹാരഥനും ബഹുമാന്യനുമായിട്ടുള്ള ശല്യർ വരുന്നത് അറിഞ്ഞപ്പോൾ ദുര്യോധനൻ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ രഹസ്യമായി ചില ഏർപ്പാടുകൾ ചെയ്തു. ശല്യർ വരുന്ന വഴി മനസ്സിലാക്കി അദ്ദേഹം എത്തുമ്പോഴേക്കും അദ്ദേഹത്തെയും സൈന്യത്തെയും സൽക്കരിക്കാൻ പലയിടത്തും വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കി. മനോഹരമായി അലങ്കരിച്ച ആ വിശ്രമ കേന്ദ്രങ്ങളിൽ ശില്പികൾ വിനോദത്തിനായിട്ട് പലതും ഒരുക്കിയിരുന്നു. നല്ല പൂമാലകളും വസ്ത്രങ്ങളും വിശേഷപ്പെട്ട ഭക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മനസ്സിന് സന്തോഷം നൽകുന്ന കിണറുകളും കുളങ്ങളും ഭക്ഷണശാലകളും ശല്യർ പോകുന്ന വഴിയിലെല്ലാം ദുര്യോധനൻ്റെ ദൂതന്മാർ ഒരുക്കിയിരുന്നു. അവിടെയെല്ലാം ദുര്യോധനൻ്റെ ഭടന്മാർ ശല്യരെയും സൈന്യത്തെയും ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ഇങ്ങനെ വഴിനീളെ ദുര്യോധനൻ ചെയ്ത സൽക്കാരങ്ങൾ സ്വീകരിച്ച് ശല്യർ ദേവലോകം പോലെ മനോഹരമായിട്ടുള്ള ഒരു വിശ്രമ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ അദ്ദേഹത്തെ സേനാനായകന്മാർ ചേർന്ന് സ്വീകരിച്ചു. ദിവ്യമായിട്ടുള്ള ആ സൽക്കാരത്തിൽ സന്തോഷിച്ച ശല്യർക്ക് വലിയ അഭിമാനം തോന്നി. താൻ ഇന്ദ്രനേക്കാൾ മികച്ചവനാണെന്നും ഇന്ദ്രൻ തനിക്ക് മുന്നിൽ നിസ്സാരനാണെന്നും അദ്ദേഹം ചിന്തിച്ചുപോയി. ആ രാജാവ് അവിടുത്തെ സേവകരോട് ചോദിച്ചു, ഈ വിശ്രമകേന്ദ്രം നോക്കുന്ന യുധിഷ്ഠിരൻ്റെ ഭൃത്യന്മാർ എവിടെ? ആരാണ് ഇതിൻ്റെ കാര്യസ്ഥന്മാർ? അവർ സമ്മാനത്തിന് അർഹരാണ്. അവരെ ഇങ്ങോട്ട് വിളിക്കൂ. അവർക്ക് ഞാൻ ഉചിതമായിട്ടുള്ള സമ്മാനങ്ങൾ നൽകാം. ധർമ്മപുത്രർ ഇത് കേൾക്കുമ്പോൾ സന്തോഷിക്കും. ഇത് കേട്ടയുടനെ അവിടുത്തെ ആളുകൾ അത്ഭുതത്തോടു കൂടിയിട്ട് ദുര്യോധനെ ഓടിപ്പോയി വിവരമറിയിച്ചു. ശല്യർ അങ്ങയുടെ സൽക്കാരത്തിൽ അത്യധികം പ്രസന്നനായിരിക്കുന്നു. തൻ്റെ ജീവൻ പോലും നൽകാൻ അദ്ദേഹം തയ്യാറാണ് എന്നവർ ദുര്യോധനോട് പറഞ്ഞു. അപ്പോൾ അതുവരെ ഒളിച്ചിരുന്ന ദുര്യോധനൻ തൻ്റെ അമ്മാവനായിട്ടുള്ള ശല്യരുടെ മുന്നിലേക്ക് ചെന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ മദ്രരാജാവായിട്ടുള്ള ശല്യർ ദുര്യോധനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, നിന്റെ സൽക്കാരത്തിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. നീ എന്നിൽ നിന്ന് ഒരു വരം ചോദിച്ചാൽ. ദുര്യോധനൻ പറഞ്ഞു, അങ്ങ് ആ വാക്ക് പാലിക്കണം. എൻ്റെ സൈന്യത്തിൻ്റെ മുഴുവൻ നേതാവായി അങ്ങിവിടെ ഇരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ശല്യർ പറഞ്ഞു, ഞാനിത് സമ്മതിച്ചിരിക്കുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങ് എല്ലാം ചെയ്തു കഴിഞ്ഞുവെന്ന് ദുര്യോധനൻ മറുപടി പറഞ്ഞു. ശല്യർ പറഞ്ഞു, ദുര്യോധന, നീ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിക്കൊള്ളുക. ഞാനിപ്പോൾ ശത്രുക്കളെ ജയിച്ച യുധിഷ്ഠിരനെ കാണാൻ പോവുകയാണ്. രാജാവേ, ഞാൻ ധർമ്മപുത്രനെ കണ്ടതിന് ശേഷം വേഗം നിൻ്റെ അടുത്തേക്ക് വരാം. പുരുഷശ്രേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനെ കാണാതെ എനിക്ക് വരാൻ കഴിയില്ല, അത് തീർച്ചയാണ്. ദുര്യോധനൻ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് വേഗം തിരിച്ചു വരണം. പാണ്ഡവരെ കണ്ട് വൈകരുത്. ഞങ്ങൾ അങ്ങയുടെ അധികാരത്തിൻ്റെ കീഴിലാണ്. എനിക്ക് തന്ന വരം അങ്ങ് മറക്കരുത്. ശല്യർ പറഞ്ഞു, ഞാൻ വേഗത്തിൽ മടങ്ങിയെത്താം. നീ രാജ്യത്തേക്ക് പൊക്കുള്ളൂ. ഇപ്രകാരം പറഞ്ഞ് ശല്യരും ദുര്യോധനും പരസ്പരം കെട്ടിപ്പിടിച്ചു. ശല്യരോട് യാത്ര പറഞ്ഞ് ദുര്യോധനൻ തൻ്റെ നാട്ടിലേക്ക് പോയി. പാണ്ഡവരുടെ അടുത്തെത്തി ഉടനെ ദുര്യോധനന് വരം നൽകിയ വിവരം അദ്ദേഹം അറിയിച്ചില്ല. ഉപപ്ലാവ്യത്തിൽ എത്തിയ ശല്യർ പാണ്ഡവരെ എല്ലാം കണ്ടു. മഹാബലവാനായിട്ടുള്ള ശല്യർ പാണ്ഡവരോട് ചേർന്നു. പാണ്ഡവർ അദ്ദേഹത്തെ പൂജിച്ച് സ്വീകരിച്ചു. അഭിവാദ്യങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ശല്യർ സന്തോഷത്തോടെ ധർമ്മപുത്രരെയും ഭീമനെയും അർജുനെയും തൻ്റെ മരുമക്കളായിട്ടുള്ള നകുൽ സഹദേവന്മാരെയും കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. ശല്യർ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങേക്ക് സുഖമല്ലേ? ഭാഗ്യവശാൽ വനവാസമൊക്കെ കഴിഞ്ഞ് അങ്ങ് വിജയിയായിരിക്കുന്നു. ജനശൂന്യമായിട്ടുള്ള കാട്ടിൽ പാഞ്ചാലിയോടും സഹോദരന്മാരോടും കൂടി അങ്ങ് പ്രയാസപ്പെട്ട് താമസിച്ചു. ഭയങ്കരമായിട്ടുള്ള അജ്ഞാതവാസം അതിലേറെ പ്രയാസകരമായിരുന്നു. അതും നിങ്ങൾ പൂർത്തിയാക്കി. രാജ്യം കഷ്ടപ്പെട്ടവൻ എവിടെയാണ് സുഖം? ദുര്യോധനുണ്ടാക്കി വലിയ ദുഃഖം നീങ്ങി. ഇനി അങ്ങേക്ക് ബാക്കിയുള്ള കാലം സുഖമാണ്. അങ്ങ് ശത്രുക്കളെയെല്ലാം കൊന്ന് സുഖം പ്രാപിക്കും. അങ്ങ് ലോകകാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ ആളാണല്ലോ. അതുകൊണ്ട് അങ്ങയിൽ ലാഭമോഹം ഉണ്ടാവില്ല. മുൻഗാമികളായിട്ടുള്ള രാജാക്കന്മാരുടെ വഴി അങ്ങ് ചിന്തിച്ചു നോക്കൂ. ദാനം, തപസ്, സത്യം എന്നിവ അങ്ങ് ചെയ്യുക. സത്യം, ക്ഷമ, ഇന്ദ്രിയ നിഗ്രഹം, അഹിംസ എന്നിവ അങ്ങ് പാലിക്കുക. അങ്ങ് ദാനശീലനും വിനീതനും ബ്രാഹ്മണ്യത്തോട് കൂറുള്ളവനും ധർമ്മനിഷ്ഠനുമാണ്. ലോകം മുഴുവനും അറിയുന്ന ധർമ്മങ്ങളെല്ലാം അങ്ങേക്കും അറിയാം. ഭാഗ്യവാനായിട്ടുള്ള അങ്ങ് പ്രയാസമേറിയിട്ടുള്ള കാലങ്ങളെല്ലാം കടന്നുപോയിരിക്കുന്നു. ധർമാത്മാവായിട്ടുള്ള നിന്നെ ഭാഗ്യം കൊണ്ട് കാണാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ധർമ്മം പാലിക്കുന്ന നീ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് ശല്യർ താനും ദുര്യോധനുമായിട്ടുണ്ടായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചിട്ട് ധർമ്മപുത്രനെ അറിയിച്ചത്. ദുര്യോധനൻ തന്നെ സൽക്കരിച്ചതും താൻ വരം നൽകിയതുമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദമായി പറഞ്ഞു. യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് സന്തോഷത്തോടെ ദുര്യോധനൻ വാഗ്ദാനം നൽകിയത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അത് നന്നായി നടക്കട്ടെ. എങ്കിലും എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യരുതാത്ത കാര്യമാണെങ്കിൽ പോലും എനിക്ക് വേണ്ടി അങ്ങ് ചെയ്യണം. യുദ്ധത്തിൽ അങ്ങ് സാക്ഷാൽ കൃഷ്ണന് തുല്യമാണ്. കർണനും അർജുനനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അങ്ങ് കർണൻ്റെ തേരാളിയാകേണ്ടി വരും.
ആ യുദ്ധത്തിൽ അങ്ങ് അർജുനനെ രക്ഷിക്കണം. ഞങ്ങൾക്ക് വിജയം ലഭിക്കാൻ വേണ്ടി അങ്ങ് കർണൻ്റെ ആത്മവിശ്വാസം ആ സമയം തകർക്കണം. ചെയ്യാൻ പാടില്ലാത്ത പണിയാണെങ്കിലും ഞങ്ങളുടെ വിജയത്തിനായി അമ്മാവനിത് ചെയ്തു തരണം. ശല്യർ പറഞ്ഞു, അല്ലയോ പാണ്ഡവ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിന്റെ ഇഷ്ടം ഞാൻ നിറവേറ്റും. യുദ്ധഭൂമിയിൽ അങ്ങേക്ക് ശുഭമുണ്ടാകട്ടെ. ഞാൻ യുദ്ധത്തിൽ തീർച്ചയായും കർണൻ്റെ തേരാളിയാകും. ഞാൻ കൃഷ്ണന് തുല്യനാണെന്ന് കർണൻ കരുതുന്നുണ്ട്. അർജുനൻ്റെ തേരാളിയായിട്ടുള്ള കൃഷ്ണനെ കാണുമ്പോൾ കർണൻ എന്നെ തേരാളിയാക്കാതിരിക്കില്ല. യുദ്ധസമയത്ത് ഞാൻ അവനോട് എതിർപ്പും അനിഷ്ടവും തോന്നിപ്പിക്കുന്ന വാക്കുകൾ പറയും. അവൻ്റെ അഹങ്കാരം ഉയർത്തി ആത്മവിശ്വാസം കെടുത്തി അവൻ എളുപ്പത്തിൽ വധിക്കപ്പെടാൻ പാകത്തിൽ ഞാൻ കാര്യങ്ങൾ മാറ്റുമെന്ന് നിൻ്റെ മുമ്പിൽ സത്യം ചെയ്യുന്നു. നീ പറയുന്നത് പോലെ ഇക്കാര്യം ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് കഴിയുന്ന വിധം നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്തു തരാം. നീ കൃഷ്ണനോടൊപ്പം ചൂതാട്ടത്തിൽ സങ്കടപ്പെട്ടതും കർണൻ പറഞ്ഞ പരദൂഷമായിട്ടുള്ള വാക്കുകൾ കേട്ട് സഹിക്കേണ്ടി വന്നതുമോർത്ത് ദുഃഖിക്കരുത്. ദമയന്തി അനുഭവിച്ച കഷ്ടപ്പാടുകൾ പോലെ പാഞ്ചാലിൽ കാട്ടിൽ കിടന്ന് അനുഭവിച്ച കഷ്ടതകളും ജടാസുരനിൽ നിന്നും കീചകനിൽ നിന്നും ഉണ്ടായ പ്രയാസങ്ങളും വിചാരിച്ച് നീ വിഷമിക്കരുത്. ദുഃഖങ്ങളെല്ലാം ഭാവിയിൽ സുഖമായി മാറും. ഇനി നീ ഒട്ടും മടി കാണിക്കരുത്. ദൈവം തന്നെയാണ് വലുത്. യുധിഷ്ഠിര, മഹാത്മാക്കൾക്കും ദുഃഖങ്ങൾ വരാറുണ്ട്. ദേവന്മാർ പോലും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മാന്യനായിട്ടുള്ള ഇന്ദ്രന് പോലും ഭാര്യയോടൊപ്പം വലിയ ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടില്ലേ? ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, ബഹുമാന്യനായിട്ടുള്ള ഇന്ദ്രൻ ഭാര്യയോടൊപ്പം വലിയ ദുഃഖം അനുഭവിച്ചു എന്നോ? ആ കഥ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ശല്യർ പറഞ്ഞു, രാജാവേ, വളരെ പണ്ട് നടന്ന കഥ. അത് ഞാൻ പറഞ്ഞുതരാം, നീ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കുക. നമ്മളിപ്പോൾ കേൾക്കുന്നത് വൃത്രാസുരൻ്റെ കഥയാണ്. വൃത്രാസുരൻ്റെ കഥ ഈ രീതിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഭാഗവതത്തിൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ദധീചി മഹർഷിയുടെ അസ്ഥികൂടവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണുള്ളത്. ഇവിടെ പക്ഷേ ശല്യർ പറയുന്നത് വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥനമാണ്. കുറച്ച് സാമ്യങ്ങളൊക്കെ ഇവിടെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മഹാതപസ്വിയായിട്ടുള്ള ത്വഷ്ടാവ് എന്ന പ്രജാപതിക്ക് ഇന്ദ്രനോട് വൈരാഗ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ദ്രനെ തോൽപ്പിക്കാനായിട്ട് 3 തലയുള്ള ഒരു മകനെ സൃഷ്ടിച്ചു. വിശ്വരൂപൻ എന്നു പേരുള്ള ആ മകൻ ഇന്ദ്രപദവി നേടാൻ ആഗ്രഹിച്ചു. സൂര്യൻ, അഗ്നി, ചന്ദ്രൻ എന്നിവരെ പോലെ പ്രകാശിക്കുന്ന 3 മുഖങ്ങളായിരുന്നു അവനുണ്ടായിരുന്നത്. അതിലൊരു മുഖം വേദങ്ങൾ പഠിക്കുമ്പോൾ, രണ്ടാമത്തെ മുഖം മദ്യപിക്കുകയും, മൂന്നാമത്തെ മുഖം ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ നോക്കുന്നത് പോലെ ചുറ്റും നോക്കുകയും ചെയ്യുമായിരുന്നു. ഭീഷണമായിട്ടുള്ള രൂപമുള്ള ആ മകൻ ധർമ്മം പാലിച്ച് കഠിനമായിട്ടുള്ള തപസ്സിൽ ഏർപ്പെട്ടു. അവൻ്റെ തപസ്സിൻ്റെ ശക്തി കണ്ട് ഇന്ദ്രൻ വല്ലാതെ പേടിച്ചുപോയി. ഇവൻ ഇന്ദ്രപദവി കൈക്കലാക്കുമോ എന്ന് ഇന്ദ്രൻ ഭയന്നു. ഇന്ദ്രൻ ചിന്തിച്ചു, ഇവൻ ഇങ്ങനെ തപസ് തുടർന്നാൽ ലോകത്തെ മുഴുവൻ വിഴുങ്ങും. ഇവനെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ത്വഷ്ടാവിൻ്റെ മകനായിട്ടുള്ള ത്രിശിരസിനെ പ്രലോഭിപ്പിക്കുവാനായി അപ്സരസുകളെ അയച്ചു. ആ മകൻ്റെ ശ്രദ്ധ മാറ്റാൻ ഇന്ദ്രൻ പല വഴികളും നോക്കി. ദേവേന്ദ്രൻ അപ്സരസുകളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വേഗം പോയി അവനെ മോഹിപ്പിച്ച് തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കണം. സുന്ദരിമാരായിട്ടുള്ള നിങ്ങൾ ആഭരണങ്ങൾ ധരിച്ച് അവൻ്റെ മുമ്പിൽ ചെല്ലുക. എൻ്റെ പേടി മാറ്റിയാൽ നിങ്ങൾക്ക് ഗുണം വരും. എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. നിങ്ങൾ വിചാരിച്ചാൽ എൻ്റെ ഈ പേടി മാറ്റാൻ കഴിയും എന്ന് ഇന്ദ്രൻ അവരോട് പറഞ്ഞു. അപ്പോൾ അപ്സരസുകൾ പറഞ്ഞു, അല്ലയോ ഇന്ദ്ര, അവനെ മോഹിപ്പിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കാം. ഒരു നോട്ടം കൊണ്ട് തന്നെ ദഹിപ്പിക്കാൻ കഴിയുന്ന ആ തപസ്യയെ വശീകരിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി പോകാം. ഞങ്ങളാൽ കഴിയുന്ന വിധം ശ്രമിക്കാം. അങ്ങയുടെ പേടി തീർക്കാൻ ഞങ്ങൾ ഇതാ പോകുന്നു. ശല്യർ പറഞ്ഞു. ഇപ്രകാരം ഇന്ദ്രൻ്റെ അനുവാദത്തോടെ ആ സുന്ദരിമാർ തപസ്യയായിട്ടുള്ള ത്രിശിരസിൻ്റെ അടുത്തെത്തി. അവർ പലതരത്തിലുള്ള ശൃംഗാര ചേഷ്ടകളിൽ അവനെ മയക്കാൻ ശ്രമിച്ചു. തങ്ങളുടെ അംഗലാവണ്യം കാട്ടി അവർ പലനാൾ ശ്രമിച്ചിട്ടും ആ തപസ്യയുടെ മനസ്സ് ഒട്ടും ഇളക്കാൻ അവർക്ക് സാധിച്ചില്ല. അദ്ദേഹം ഇന്ദ്രിയങ്ങളെ അടക്കി സമുദ്രത്തെ പോലെ ശാന്തനായി തന്നെ നിന്നു. അതോടെ ആ സ്ത്രീകൾ നാണിച്ചു തോറ്റ് ഇന്ദ്രൻ്റെ അടുത്തെത്തി. അവർ കൈകൂപ്പി ഇന്ദ്രനോട് പറഞ്ഞു, പ്രഭു, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അവൻ്റെ ധൈര്യം മാറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇനി വേണ്ടത് അങ്ങ് തന്നെ ചെയ്താലും. ബുദ്ധിമാനായിട്ടുള്ള ഇന്ദ്രൻ അവരെ മടക്കി അയച്ചതിന് ശേഷം അവനെ കൊല്ലാനായിട്ടുള്ള വഴിയെക്കുറിച്ച് ചിന്തിച്ചു. കുറേ നേരം ആലോചിച്ച ശേഷം ഒടുവിൽ അവനെ വധിക്കാൻ വജ്രായുധം പ്രയോഗിക്കുക തന്നെയെന്ന് ഇന്ദ്രൻ തീരുമാനിച്ചു. വേറെ വഴിയൊന്നും അദ്ദേഹം കണ്ടില്ല. ശത്രു ദുർബലനാണെങ്കിലും വളർന്നാൽ ഉപദ്രവിക്കുമെന്നതിനാൽ ഇപ്പോൾ തന്നെ നശിപ്പിക്കണമെന്ന് ഇന്ദ്രൻ കരുതി. അങ്ങനെ ആലോചിച്ചുറപ്പിച്ച ഇന്ദ്രൻ കോപത്തോടെ ത്രിശിരസിന് നേരെ വജ്രായുധം പ്രയോഗിച്ചു. ശക്തിയോട് വന്നു വധിച്ച വജ്രായുധമേറ്റ് ത്രിശിരസ് മരിച്ചു വീണു. മലയുടെ മുകൾ ഭാഗം ഇടിഞ്ഞു വീഴുന്നത് പോലെയാണ് അവൻ നിലം പതിച്ചത്. മലയോളം പോന്ന അവൻ മരിച്ചു വീണിട്ടും അവൻ്റെ ശരീരത്തിൻ്റെ തിളക്കം കണ്ടിട്ട് ഇന്ദ്രൻ വല്ലാതെ അസ്വസ്ഥനായി. മരിച്ചു വീണ അവനിൽ നിന്നും തുടർച്ചയായി പ്രകാശം വരുന്നത് കണ്ട് ഇന്ദ്രൻ അത്ഭുതപ്പെട്ടു. വെട്ടിമാറ്റി അവൻ്റെ തലകൾ ഇപ്പോഴും ജീവനുള്ളതുപോലെ പ്രകാശിച്ചു. ഇന്ദ്രൻ വീണ്ടും ഭയപ്പെട്ട് ആലോചിച്ചിരുന്നു. ഇന്ദ്രൻ വിഷമിച്ചിരിക്കുമ്പോൾ തോളിൽ മഴുവേന്തിയ ഒരു തച്ചൻ ആ വഴി വന്നു. അവനെ കണ്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, എടോ തച്ചാ, നീ ഇവൻ്റെ തലകൾ ഉടനെ വെട്ടിപ്പിളർക്കുക. എൻ്റെ വാക്ക് നീ കേൾക്കുക. ഇത് കേട്ടിട്ട് തച്ചൻ പറഞ്ഞു, എൻ്റെ മഴുവൻ ഇവൻ്റെ തടിച്ച ചുമലിലെ തോൽ മുറിക്കാനുള്ള ശക്തിയില്ല. അതുമാത്രമല്ല, സജ്ജനങ്ങൾ വെറുക്കുന്ന ഈ അനീതി ഞാൻ ചെയ്യില്ല. ഇന്ദ്രൻ പറഞ്ഞു, നീ എൻ്റെ വാക്ക് കേൾക്കുക. പേടിക്കണ്ട. എൻ്റെ അനുഗ്രഹത്താൽ നിൻ്റെ ആയുധം വജ്രം പോലെ ശക്തിയുള്ളതായി മാറും. ഇത് കേട്ടിട്ട് തച്ചൻ ചോദിച്ചു,
ഭയങ്കരമായിട്ടുള്ള ഈ പ്രവൃത്തി ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന അങ്ങ് ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് വ്യക്തമായി അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ ഇന്ദ്രനാണ്, ദേവന്മാരുടെ രാജാവാണ്. നീ സംശയിക്കേണ്ട, നീ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യൂ. ആ തച്ചൻ ചോദിച്ചു, അല്ലയോ ഇന്ദ്ര, ഈ ക്രൂരകൃത്യം ചെയ്യാൻ അങ്ങേക്ക് മടി തോന്നാത്തത് എന്താണ്? ഒരു ഋഷിപുത്രനെ വധിച്ചാൽ ബ്രഹ്മഹത്യാപാപം കിട്ടില്ലേ? ഇന്ദ്രൻ പറഞ്ഞു, ഈ പ്രവൃത്തി കഴിഞ്ഞാൽ ശുദ്ധിയാകാൻ വേണ്ടി കഠിനമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊള്ളാം. വജ്രായുധം ഉപയോഗിച്ചിട്ട് എൻ്റെ ഈ ശത്രുവിനെ ഞാൻ വധിച്ചതാണ്. എന്നിട്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ പേടിച്ചു പോകുന്നു. നീ ഉടനെ അവൻ്റെ തല വെട്ടിമാറ്റുക. നിനക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ഞാൻ തരാം. യാഗങ്ങളിൽ പശുവിൻ്റെ തല മനുഷ്യർ നിനക്ക് തരും. ഇതാണ് ഞാൻ നൽകുന്ന വരം. ഇനി നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തരൂ. ശല്യർ കഥ തുടരുകയാണ്. ഇന്ദ്രൻ പറഞ്ഞ ഉടനെ തച്ചൻ മഴ ഉപയോഗിച്ച് ത്രിശരസിൻ്റെ തലകൾ വെട്ടിമുറിച്ചു. ആ തലകൾ അറ്റുവീണ ഉടനെ അവയിൽ നിന്ന് കപിഞ്ചലങ്ങൾ, തിത്തരികൾ, കളപിംഗങ്ങൾ എന്നീ പക്ഷികൾ പുറത്തു വന്നു. എല്ലാ വശങ്ങളിലേക്കും നോക്കിക്കൊണ്ടിരുന്ന മുഖത്തു നിന്നും തിത്തിരി പക്ഷികൾ വന്നു. മദ്യപിച്ചിരുന്ന മറ്റൊരു മുഖത്തു നിന്നും പരുന്തിൻകൂട്ടമായിട്ടുള്ള കളപിംഗങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ 3 തലകളിൽ നിന്നും 3 തരം പക്ഷികൾ പുറത്തു വന്നു. ആ തലകളെല്ലാം വെട്ടിമാറ്റിയ ശേഷം ഇന്ദ്രൻ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോയി. തച്ചൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ശത്രുവിനെ നശിപ്പിച്ചിട്ട് ഇന്ദ്രൻ സമാധാനമടഞ്ഞു. തൻ്റെ മകനെ കൊന്ന വിവരം അറിഞ്ഞ ത്വഷ്ടാ പ്രജാപതി ദേഷ്യം കൊണ്ട് കണ്ണു ചുവപ്പിച്ച് ഇപ്രകാരം പറഞ്ഞു, എപ്പോഴും തപസ്സിൽ മുഴുകിയിരിക്കുന്ന ശാന്തനായിട്ടുള്ള എൻ്റെ മകനെ തെറ്റൊന്നും കൂടാതെ വധിച്ചതിനാൽ ഇന്ദ്രനെ കൊല്ലാൻ ശക്തിയുള്ള വൃത്രനെ ഞാൻ സൃഷ്ടിക്കുന്നു. എൻ്റെ തപസ്സിൻ്റെ ശക്തി ലോകം കാണട്ടെ. പാപിയും ദുഷ്ടബുദ്ധിയുമായിട്ടുള്ള ഇന്ദ്രനെ ഇത് കാണട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ആ തപസ്സി അഗ്നിയിൽ ഒരു ഹോമം നടത്തി. ഉടനെ അഗ്നിയിൽ നിന്നും ഭയങ്കര രൂപിയായിട്ടുള്ള വൃത്രൻ ഉയർന്നു വന്നു. അവനോട് ത്വഷ്ടാവ് പറഞ്ഞു, ഹേ ഇന്ദ്രശത്രുവേ, നീ എൻ്റെ തപശക്തിയാൽ വളർന്നാലും. അവനുടനെ ആകാശത്തോളം സൂര്യനെ പോലെ വളർന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അവൻ ചോദിച്ചപ്പോൾ, നീ പോയി ഇന്ദ്രനെ വധിക്കുക എന്ന് തപസ്സി കൽപ്പിച്ചു. ഉടനെ ഭീമാകാരനായിട്ടുള്ള വൃത്രൻ ആകാശത്തേക്ക് ഉയർന്നു. പിന്നെ വൃത്രനും ഇന്ദ്രനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പോരാട്ടം നടന്നു. കോപിതരായിട്ടുള്ള അവർ തമ്മിൽ ഏറ്റുമുട്ടി. ആ പോരാട്ടത്തിൽ വീരനായിട്ടുള്ള വൃത്രൻ ഇന്ദ്രനെ പിടികൂടി. വൃത്രൻ തൻ്റെ വായ് പിളർന്ന് ഇന്ദ്രനെ വിഴുങ്ങി. ഇന്ദ്രൻ വൃത്രനെ വിഴുങ്ങിയതറിഞ്ഞ് ദേവന്മാർ പരിഭ്രമിച്ചു പോയി. വൃത്രനെ നശിപ്പിക്കാനായിട്ട് ദേവന്മാർ ജൃംഭിക എന്ന ദേവതയെ സൃഷ്ടിച്ചു. ജൃംഭ എന്ന് പറഞ്ഞാൽ കോട്ടുവായ എന്നാണ് അർത്ഥം. ജൃംഭിക ചെന്ന് ബാധിച്ച ഉടനെ വൃത്രൻ വായ തുറന്ന് കോട്ടുവായിട്ടു. വായ തുറന്ന് ആ നിമിഷം ഇന്ദ്രൻ തൻ്റെ ശരീരം ചെറുതാക്കി പുറത്തേക്ക് ചാടി. അന്നു മുതൽ ജീവജാലങ്ങളിൽ കോട്ടുവായി ഉണ്ടായെന്ന് പറയപ്പെടുന്നു. ഈ ഒരു ദേവത, ജൃംഭിക എന്ന് പറയുന്ന ദേവത ബാധിക്കുമ്പോഴാണ് കോട്ടുവായ ഉണ്ടാകുന്നതെന്നാണ് മഹാഭാരതം പറയുന്നത്. ഇന്ദ്രൻ പുറത്തു വന്നത് കണ്ട് ദേവന്മാർ സന്തോഷിച്ചു. പിന്നെയും വൃത്രനും ഇന്ദ്രനും തമ്മിൽ കടുത്ത യുദ്ധം നടന്നു. ആ പോരാട്ടം വളരെക്കാലം നീണ്ടു നിന്നു. യുദ്ധത്തിൽ വൃത്രൻ്റെ ശക്തി കൂടിക്കൂടി വന്നു. ത്വഷ്ടാവിൻ്റെ തേജസ്സോടെ വളരുന്ന അവനെ കണ്ട് ഭയന്ന് ഇന്ദ്രൻ പിൻവാങ്ങി. ഇന്ദ്രൻ പിൻവാങ്ങിയതറിഞ്ഞ ദേവന്മാരും മുന്മാരും വിഷമിച്ചു. വൃത്രനെ എങ്ങനെ വധിക്കുമെന്ന് അവർ ആലോചിച്ചു. ഒടുവിൽ ദേവന്മാരും മഹർഷിമാരും മന്ദരപർവ്വതത്തിൽ ചെന്ന് വിഷ്ണുവിനെ ധ്യാനിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, ഈ ലോകം മുഴുവൻ വൃത്രൻ പടർന്നു കഴിഞ്ഞിരിക്കുന്നു. അവനെ വധിക്കാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. മുമ്പ് ശക്തനായിരുന്ന ഞാനിപ്പോൾ അശക്തനായിരിക്കുന്നു. ഇനി നമ്മുടെ മേന്മയ്ക്കായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത്രമേൽ തേജസ്സയും അജയ്യനുമാണ് അവൻ. ദേവന്മാരും അസുരന്മാരും ചേർന്ന ഈ ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ അവൻ നിൽക്കുന്നു. അതുകൊണ്ട് എൻ്റെ തീരുമാനം നിങ്ങൾ കേട്ടുകൊള്ളുക. നാം എല്ലാവരും ഉടനെ വിഷ്ണു ലോകത്തേക്ക് പോകണം. മഹാവിഷ്ണുവിനെ കണ്ട് കാര്യങ്ങൾ അറിയിച്ച് ഈ ദുഷ്ടനെ വധിക്കുവാനുള്ള ഉപായം കണ്ടെത്തണം. ശല്യർ കഥ തുടരുകയാണ്. ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് ദേവന്മാരും മുനിമാരും മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. വൃത്രനോടുള്ള പേടി കൊണ്ട് വിറച്ച ദേവന്മാർ വിഷ്ണുവിനോട് ഇപ്രകാരം അപേക്ഷിച്ചു, മഹാദേവ, അങ്ങ് പണ്ട് 3 അടി കൊണ്ട് ലോകം മുഴുവൻ അളന്നവനാണല്ലോ. അമൃതം നേടിത്തന്നതും അസുരന്മാരെ യുദ്ധത്തിൽ വധിച്ചതും അങ്ങാണ്. മഹാബലിയെ ബന്ധിച്ച് ഇന്ദ്രന് സ്വർഗരാജ്യം നൽകിയതും അങ്ങാണല്ലോ. ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അങ്ങ് എല്ലാ ദേവന്മാരുടെയും പ്രഭുവാണല്ലോ. അല്ലയോ പുരുഷോത്തമ, ഇന്ദ്രനടക്കമുള്ള ദേവന്മാർക്ക് അങ്ങ് ആശ്രയമായി തീരണം. വൃത്രൻ ലോകം മുഴുവൻ പടർന്നിരിക്കുന്നു. ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ്. ഭഗവാൻ വിഷ്ണു പറഞ്ഞു, നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ പ്രവർത്തിക്കാം. വൃത്രനെ നശിപ്പിക്കാനായിട്ടുള്ള ഉപായം ഞാൻ പറയാം. ആ വിശ്വരൂപനുള്ളിടത്തേക്ക് ഗന്ധർവന്മാരും മുനിമാരോടും കൂടിയിട്ട് നിങ്ങൾ ചെല്ലുക. സമാധാനപരമായിട്ടുള്ള സംസാരത്തിലൂടെ അവനുമായി ഇണങ്ങിയാൽ നിങ്ങൾക്ക് വിജയമുണ്ടാവും. അവൻ്റെ തേജസ് കൊണ്ട് ഇന്ദ്രൻ വിജയിക്കും. ആയുധങ്ങളിൽ മികച്ച വജ്രത്തിൽ ഞാൻ അദൃശ്യനായി പ്രവേശിച്ചുകൊള്ളാം. നിങ്ങൾ മുനിമാരോടും ഗന്ധർവന്മാരോടും കൂടി വേഗം അങ്ങോട്ട് പോവുക. എന്നിട്ട് വൃത്രനും ഇന്ദ്രനും തമ്മിൽ സന്ധി ചെയ്യിക്കുക. ഭഗവാൻ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്നും വിട്ടുപോന്നു. ശക്തരായുള്ള അവരെല്ലാം 10 ദിക്കുകളിലും പ്രകാശിക്കുന്ന വിധം ഒന്നിച്ചുകൂടി. ലോകത്തെ വിഴുങ്ങുന്ന സൂര്യചന്ദ്രന്മാരെ പോലെ അവർ ഒത്തുചേർന്നു. അപ്പോൾ ദേവന്മാർ വൃത്രനെ കണ്ടു. മുനിമാർ വൃത്രൻ്റെ അടുത്ത് നിന്ന് പ്രിയമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഹേ അജന്യായിട്ടുള്ള വീര, നിന്റെ ശക്തി ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. എന്നിട്ടും ബലവാനായിട്ടുള്ള ഇന്ദ്രനെ തോൽപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ തമ്മിൽ കാലങ്ങളായി യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ട് ദേവന്മാരും അസുരന്മാരും നാട്ടുകാരും എല്ലാം കഷ്ടത്തിലാണ്. നീ എപ്പോഴും ഇന്ദ്രനുമായി ചെങ്ങാത്തത്തിൽ കഴിയുക.
എന്നാൽ നിനക്ക് സുഖമുണ്ടാകും, ശാശ്വതമായിട്ടുള്ള സ്വർഗ്ഗലോകം ലഭിക്കുകയും ചെയ്യും. മഹർഷിമാർ ഇപ്രകാരം പറഞ്ഞപ്പോൾ ശക്തിമാനായിട്ടുള്ള വൃത്രാസുരൻ അവരെ വന്നിച്ച് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളെല്ലാം ബഹുമാന്യരാണ്, ഗന്ധർവന്മാരും നിങ്ങളും പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എന്നാൽ പൂജ്യരായിട്ടുള്ള മഹർഷിമാരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഞാനും ഇന്ദ്രനും തമ്മിൽ സ്നേഹത്തിലാവുക? അല്ലയോ ദേവന്മാരെ, വിഭിന്നരായിട്ടുള്ള ഞങ്ങൾ എങ്ങനെയാണ് ഒന്നിച്ചു പോകുന്നത്? ഋഷിമാർ പറഞ്ഞു: നല്ലവരുമായിട്ടുള്ള സമ്പർക്കം ഒരിക്കലും ഉണ്ടായാൽ പോലും അത് ഗുണമേ നൽകൂ. സജ്ജനങ്ങളുമായിട്ടുള്ള ബന്ധം ആർക്കും തകർക്കാൻ കഴിയില്ല. അത് ശക്തി വർദ്ധിപ്പിക്കുന്നതിനാൽ എല്ലാവരും അത് ആഗ്രഹിക്കുന്നു. സത്സംഗം എപ്പോഴും ദൃഢമാണ്, അത് ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിൽ സഹായിക്കും. നല്ലവരോടുള്ള ചേർച്ച കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം. ധീരരായവർ അങ്ങനെയുള്ള നല്ല മനുഷ്യരെ ഉപദ്രവിക്കില്ല. ഇന്ദ്രനാകട്ടെ സൽഗുണമുള്ളവനും മഹാത്മാക്കൾക്ക് ആശ്രയവുമാണ്. അദ്ദേഹം സത്യവാനും ധർമ്മം അറിയുന്നവനുമാണ്. അതുകൊണ്ട് അങ്ങ് ഇന്ദ്രനുമായി എപ്പോഴും സൗഹൃദത്തിൽ കഴിയുക. ഇത് അങ്ങ് വിശ്വസിക്കണം. ഈ നിലപാടിൽ നിന്ന് മാറരുത്. ശല്യർ കഥ തുടരുകയാണ്. മുനിമാർ പറഞ്ഞത് കേട്ട് വൃത്രൻ പറഞ്ഞു: എനിക്ക് ബഹുമാന്യരായിട്ടുള്ള തപസ്സികളെ, ഞാൻ പറയുന്നത് ദേവന്മാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ഞാനും ചെയ്യാം. ഉണങ്ങിയതോ നഞ്ഞതോ ആയിട്ടോ വസ്തുക്കൾ കൊണ്ടോ, കല്ല്, മരം എന്നിവ കൊണ്ടോ, ആയുധങ്ങൾ കൊണ്ടോ രാവിലെയോ പകലോ എന്നെ വധിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പ് നൽകിയാൽ ഞാൻ ഇന്ദ്രനുമായിട്ട് സന്ധി ചെയ്യാം. മഹർഷിമാർ അത് സമ്മതിച്ചു. അങ്ങനെ വൃത്രനും ഇന്ദ്രനും തമ്മിൽ ധാരണയായി. വൃത്രൻ സന്തോഷവാനായി. എന്നാൽ ഇന്ദ്രൻ പുറമെ സന്തോഷം നടിക്കുമ്പോഴും വൃത്രനെ കൊല്ലാനുള്ള ഉപായങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു. പേടിയോടെ തന്നെയാണ് ഇന്ദ്രൻ അതിനായി തക്കം പാർത്തിരുന്നത്. ഒരു ദിവസം കടൽ തീരത്ത് വെച്ച് ഇന്ദ്രൻ വൃത്രനെ കണ്ടുമുട്ടി. സന്ധ്യാസമയങ്ങളിൽ ആ പ്രത്യേക നിമിഷത്തിലാണ് അവർ കണ്ടത്. ഇന്ദ്രൻ ആ തപസ്വിയുടെ വരത്തെക്കുറിച്ചിട്ട് ഓർത്തു. ഇതാ സന്ധ്യയാകുന്നു. ഇപ്പോൾ രാവുമല്ല പകലുമല്ല. എൻ്റെ ശത്രുവായിട്ടുള്ള ഈ ഭീമാകാരനെ ചതിച്ചു കൊല്ലാൻ പറ്റിയ സമയമാണിത്. ഇവനെ ഇപ്പോൾ കൊന്നില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും രക്ഷയുണ്ടാവില്ല. ഇപ്രകാരം ചിന്തിച്ച ഇന്ദ്രൻ വിഷ്ണുവിനെ ധ്യാനിച്ചു. അപ്പോൾ കടലിൽ മലയെന്ന പോലെ പതപൊങ്ങുന്നത് ഇന്ദ്രൻ കണ്ടു. ഇന്ദ്രൻ ചിന്തിച്ചു: എന്താണ് ഈ നുരക്കട്ട? ഇത് ഉണങ്ങിയതോ നഞ്ഞതോ അല്ലല്ലോ. ഇത് ഉണങ്ങിയതാണോ? അല്ല. നനഞ്ഞതാണോ? അതുമല്ല. ആയുധമാണോ? അതുമല്ല. അതിപ്പോഴുപയോഗിച്ച് വൃത്രനെ എറിയുകയാണെങ്കിൽ അവൻ ഉടനെ ചത്തുപോകും. ഇങ്ങനെ ചിന്തിച്ച് വജ്രം കലർന്ന ആ നുരയെടുത്ത് ഇന്ദ്രൻ വൃത്രന് നേരെ എറിഞ്ഞു. ആ നുരയിൽ പ്രവേശിച്ച വിഷ്ണു വൃത്രനെ കൊന്നു. വൃത്രൻ മരിച്ചപ്പോൾ ഇരുട്ട് നീങ്ങി, ദിക്കുകളെങ്ങും പ്രകാശിച്ചു. കുളിർക്കാറ്റ് വീശി. എല്ലാവരും സന്തോഷിച്ചു. ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും രാക്ഷസന്മാരും മുനിമാരും ഇന്ദ്രനെ സ്തുതിച്ചു. ദേവരാജാവായിട്ടുള്ള ഇന്ദ്രൻ എല്ലാവർക്കും ശാന്തി നൽകുകയും അവരോടൊപ്പം സന്തോഷിക്കുകയും ചെയ്തു. ശത്രുവിനെ നശിപ്പിച്ചതിന് ശേഷം ഇന്ദ്രൻ വിഷ്ണുവിനെ പൂജിച്ചു. ത്രിശിരസിനെ കൊന്നതുമൂലം ബ്രഹ്മഹത്യാഭാവം ബാധിച്ച ഇന്ദ്രൻ ലോകത്തിൻ്റെ അങ്ങേയറ്റത്തെ അതിർത്തിയിൽ ചെന്ന് ബോധമില്ലാത്തവനായി. ഒളിവില്ലെന്ന പോലെ ആരും കാണാതെ വെള്ളത്തിൽ പിടയുന്ന പാമ്പിനെ പോലെ അദ്ദേഹം ഒളിച്ചു പാർത്തു. ഇന്ദ്രൻ ഇപ്രകാരം നശിച്ചപ്പോൾ ലോകം മുഴുവനും നശിച്ചതുപോലെയായി. വൃക്ഷങ്ങൾ നശിച്ചു, കാടുകൾ ഉണങ്ങി, നദികളിലെ ഒഴുക്ക് നിലച്ച് വെള്ളം വറ്റിപ്പോയി. മഴയില്ലാത്തതുകൊണ്ട് നാട്ടിലെങ്ങും ക്ഷാമമായി. ദേവന്മാരും മുനിമാരും ഭയപ്പെട്ടു. രാജാക്കന്മാരില്ലാതായി. ലോകം ദുരിതത്തിലായി. ഇന്ദ്രനില്ലാതെ ദേവരാജ്യം ഭരിക്കാൻ ആർക്കും ആഗ്രഹമില്ലാതായി തീർന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗം അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം. അപ്പോൾ ഇതുവരെ ക്ഷമയോടുകൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.